Good morning, all. Good morning, ma'am. Christmas ഒക്കെ എങ്ങനെയുണ്ടായി? വെക്കേഷൻ ഒക്കെ വെക്കേഷനൊക്കെ നന്നായിരുന്നു. മൊഡ്യൂൾ 3 കിട്ടിയിട്ടില്ല. മൊഡ്യൂൾ 3 കിട്ടിയിട്ടില്ല മാം. ഓക്കെ, ഞാൻ പറയാട്ടോ. മിസ് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എടുത്ത് തീർന്നിട്ടില്ലേ? എല്ലാ ടീച്ചേഴ്സും എല്ലാം കംപ്ലീറ്റ് ആണ്. മിസ് ഇനി തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. മിസ് എടുത്തു തുടങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് പ്രിന്റ് മിസ് സ്ക്രീനിൽ ഇടാം. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇനി ഏത് ചാപ്റ്റേഴ്സ് ആണ്? നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യമൊക്കെ ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ വരും കേട്ടോ. സ്റ്റഡി ലീവും എക്സാമിന്റെ വിവരങ്ങളൊക്കെ. എത്ര ചാപ്റ്റർ മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്ന? ഇനിയില്ലേ ഏതോ 2 ചാപ്റ്റേഴ്സ് എന്നോ? ഓക്കെ, നമ്മ റിവിഷൻ തുടങ്ങിയില്ല. കാരണം പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. തേർഡും ഫോർത്തും മൊഡ്യൂളില ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആകെ ചെയ്ത് പോയാൽ നമ്മുടെ എടുത്ത് തീരാൻ ടൈം എടുക്കും. ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ പോലെയല്ല, കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെ തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളിന്റെയും PDF ചോദിച്ചപ്പോ എക്സാം കഴിഞ്ഞതിന് ശേഷം അത് ക്ലാസ് റൂമിനകത്ത് ഇടുള്ളൂ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കാരണം പ്രിന്റ് എടുക്കാത്ത കുറെ പേരുണ്ട്. ഓക്കെ. നമുക്കെന്നാ ബാക്കി ചാപ്റ്റേഴ്സ് ഒന്ന് റിവിഷൻ ചെയ്യാം. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ മിസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഡിസ്ചാർജ് പ്രോസസ്സ് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ ഡിസ്ചാർജ് ഹോസ്പിറ്റലിലെ. അപ്പൊ ചെറിയൊരു സിമ്പിൾ ചാപ്റ്റർ. മിസ് ബാക്കി ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇനി റിവിഷൻ ചെയ്യാനുള്ളത്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ തരാനുള്ളത്? ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും തന്നാലേ മിസ്? ഫാർമസിയിൽ തന്നിട്ടില്ല. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് തന്നില്ലേ? ഫാർമസി ഉണ്ട് അല്ലേ? ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് 8 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഓക്കെ. ഫാർമസി ഉണ്ട്. വേറെ ഏതാ ചാപ്റ്റർ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നോ മിസ്? HA ഇല്ല, തന്നിട്ടില്ല. ഓക്കെ. ലേബർ റൂം ഉണ്ട് അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റില് ബാക്കി എഴുതിക്കോട്ടാ. HA തരാം. ബയോമെഡിക്കൽ വേസ്റ്റിൽ 2-3 ക്വസ്റ്റ്യനും കൂടി എഴുതിക്കോട്ടാ. WHO stands for
World Health Organization. Which method is World Health Organization? Okay, next question. Which method is useful for treating pharmaceuticals and for incineration and for incineration ashes having high metal content. Which method is useful? അല്ല മൊഡ്യൂൾ 3 അല്ല, കഴിഞ്ഞ ദിവസം മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നില്ലേ, അതില് ബാക്കി ബയോമെഡിക്കൽ വേസ്റ്റിലെ ബാക്കി ക്വസ്റ്റ്യൻസ്. ഇൻഹെർട്ടൈസേഷൻ അല്ലെ. ഓക്കെ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് pharmaceuticals and for incineration ashes having high metal content. Inertization. Next question. എഴുതിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Dash technology can lessen the volume of solid waste. Dash technologies can lessen. Next question ആണ് ട്ടാ. Can lessen the volume of solid waste. To 30% of the original volume. Dash technologies can lessen the volume of solid waste to 30% of the original volume. ഏത് ടെക്നോളജി? ഇൻസിനറേഷൻ ടെക്നോളജി അല്ലേ? ഇൻസിനറേഷൻ. ഈ ക്വസ്റ്റ്യൻ എഴുതിയാണോ? ഡാഷ് ടൺസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അത് എഴുതിയതാണോ ക്വസ്റ്റ്യൻ? ഡാഷ് ടൺസ് ഓഫ് okay. Dash disposal method is based on the principle of
generation of principle of generation of high frequency waves. Generation of high frequency waves. High frequency waves. This disposal method. Dash disposal method is based on the principle of generation of high frequency waves. High frequency waves. Answer microwave radiation. Like microwave radiation. Next question next pharmacy. Pharmacy knowledge chapter. Pharmacy knowledge chapter. Next first question. There should be stored secure place in pharmacy. Secure. There should be stored secure place in pharmacy. Answer radioisotope, drugs, ointments, solution. They should be stored secure place in pharmacy. Question ശ്രദ്ധിക്കുക. They should be stored secure place in pharmacy. Radioisotope, drugs, ointment, solution. ഏതാണ്? radioisotope അല്ലേ? അത് എങ്കിൽ എടുത്ത് പറയുന്നുണ്ടല്ലോ radioisotope stored in secure place. അല്ലെങ്കിൽ എന്ത് പറ്റും? റേഡിയേഷൻ സംഭവിക്കും അല്ലേ? radioisotope ട്ടാ. radioisotope. Next question. Answer radioisotope ട്ടാ. Next, how many number of pharmacists required for up to 200 beds hospital? Eight. Okay. How many number of pharmacists required for up to 200 beds hospital? 200 beds hospital. 8. Answer 8. അത് തിരിച്ചൊക്കെ ചോദിക്കാട്ടാ. ഈ ബേർഡ്സിന്റെ നമ്പർ മാറ്റിയിട്ട് ചോദിക്കാട്ടാ. Who is the next question? Who is the chairman of Drug and Therapeutic Committee? Chairman of Drug and Therapeutic Committee.
മെഡിക്കൽ സൂപ്രണ്ടന്റ് അല്ലേ? ഓക്കെ, മെഡിക്കൽ സൂപ്രണ്ടന്റ്. നെക്സ്റ്റ്, who is the head of the pharmacy? Who is the head of the pharmacy? ആരാണ് ഹെഡ്? Who is the head of the pharmacy? Director. Hospital formulary. Next question. Hospital formulary that may contain, hospital formulary that may contain dash drugs. Dash drugs. Now 250 to 300. Dash drugs. Dash drugs. Hospital formulary that may contain dash drugs. EOQ stands for, EOQ stands for EOQ stands for economic order quantity. ഏത് ക്വസ്റ്റ്യൻ ആണ് ആതിര? EOQ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? EOQ stands for, EOQ ആണോ? Hospital formulary. Hospital formulary that may contain dash drugs. Dash drugs. 250 to 300. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് EOQ. EOQ stands for economic, answer economic order quantity. EOQ. കിട്ടിയോ? Okay. Which records are included in the pharmacy? Which records are included in the pharmacy? Which records are included in the pharmacy? Option നോക്കിക്കോട്ടാ. Antibiotic policy, hospital formulary, adverse reaction record, all of the above. ഏതാണ് ആൻസർ? all of the above അല്ലേ? Antibiotic policy, hospital formulary, adverse reaction record, all of the above. Answer all of the above അല്ലേ? They should be followed. Next question. They should be followed. They should be followed to thought overstocking, or theft. Thought overstocking, thought THW, thought എന്നുള്ളത് prevent ചെയ്യുക, തടയുക. thought TH
WWART. പ്രിവെന്റ് ചെയ്യാന്നറിയില്ലേ, തടയുക എന്നുള്ള മീനിങ് കേട്ടാ. ത്വാട്ട് ഓവർസ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ് കളവ്. എന്താണ് ഫോളോ ചെയ്യുന്നത്? EOQ അല്ലെ. ആൻസർ EOQ. ഓക്കെ. FIFO stands for FIFO. FIFO. First in, first out. Okay. FIFO. FIFO. FIFO stands for first in, first out. Okay. Which records are write down the adverse reaction of the drugs. Adverse reaction of the drugs. ഏത് റെക്കോർഡിലാണ് മരുന്നിന്റെ അഡ്വേഴ്സ് റിയാക്ഷനെ കുറിച്ച് എഴുതുന്നത്? Which records are write down the adverse reaction of the drugs? ഏതിലാണ്? adverse reaction record. Adverse reaction record. തിരിച്ചു ചോദിക്കാട്ടാ. adverse reaction record. Which type of medicine are stored in pharmacy? Which types of medicines are stored in pharmacy? Narcotic drugs, cold storage drugs, general drugs, all of the above. Jiffy enduchi. Which type of medicines are stored in pharmacy? General drugs മാത്രമല്ലോ. ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാട്ടാ. ഓരോന്നും എക്സാമ്പിൾ പറയാം. പെത്തഡിൻ, മോർഫിൻ, ബാർബിറ്റുറേറ്റ്സ്, ഇതൊക്കെ ഏത് മെഡിസിനിലാണ് ഉൾപ്പെടുന്നത്? വിച്ച് ടൈപ്പ് ഓഫ് മെഡിസിൻസ് അങ്ങനെ ചോദിക്കാട്ടെ. അപ്പൊ അതൊക്കെ ഏത് മെഡിസിൻ ആണ്? നർക്കോട്ടിക് ഡ്രഗ്സ്. തിരിച്ചു ചോദിക്കാട്ടാ. ഓക്കെ. പിന്നെ പ്രോബ്ലംസ് ഓഫ് ഫാർമസി. Which are the problems of pharmacy service? ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ തരുന്നില്ല, ആൻസർ പറഞ്ഞോളൂ. നിങ്ങൾ റിവൈസ് ചെയ്താലേ. ഏതൊക്കെയാണ് ഫാർമസി സർവീസിന്റെ പ്രോബ്ലംസ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, പിൽഫറേജ്, അത് രണ്ടുള്ളൂ. എക്സ്പയറി ഡ്രഗ്സ്, ഷോർട്ടേജ് കോസ്റ്റ്, carrying cost, destruction by rats and insects അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ 3 തന്നിട്ട് ഓൾ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞ് ചോദിക്കാട്ടോ. അപ്പൊ എല്ലാം നോക്കി വെക്കാം. ഓക്കെ.
നെക്സ്റ്റ് HA എഴുതിക്കോട്ടെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഒരു മിനിറ്റ്, മിസ് തന്നതൊന്ന് വായിച്ചു നോക്ക്, ഒരു മിനിറ്റ് ട്ടാ. നോക്കിയോ? നോക്കിയോ എല്ലാവരും? HA എഴുതാലോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എഴുതാലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. A hospital acquired infection. A hospital acquired infection is also known as option healthcare associated infection, healthcare associated infection, nosocomial infection, healthcare. ഓപ്ഷൻ നോക്കുക, മിസ് പറയുന്ന ഓപ്ഷൻ നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാട്ടാ. ക്വസ്റ്റ്യൻ, നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാട്ടോ. മിസ് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ഫസ്റ്റത്തെ ഓപ്ഷൻ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ nosocomial infection. B, option B, nosocomial infections. Option C, both A and B. Both A and B. Option D, none of the above. Option C. അപ്പൊ ക്വസ്റ്റ്യനും നിങ്ങൾ ഓപ്ഷനും കറക്റ്റ് വായിച്ചിട്ട് എഴുതാട്ടാ, അല്ലെങ്കിൽ ഇതേപോലെ തെറ്റ് വരാട്ടാ. ഓക്കെ അല്ലേ? നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടൂട്ടാ. അപ്പൊ എക്സാം ബോർഡിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് വായിച്ച്, എനിക്ക് എന്തായാലും 1.5 മണിക്കൂർ ടൈം ഉണ്ട് എക്സാമിന്. 1.5 മണിക്കൂർ ടൈം ഉണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്, ഓപ്ഷനും ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം വായിച്ചിട്ട് എക്സാം എഴുതാം. എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യൂ കേട്ടോ നിങ്ങളുടെ ഗ്രൂപ്പില്. കോമൺ ടൈപ്പ് ഓഫ് HAIs are. Common type of HAIs are. Common type of HAIs are pneumonia, option ta, pneumonia, gastroenteritis, gastroenteritis,
meningitis, meningitis, all of the above. Option D, all of the above. Okay. All of the above. Okay. Meningitis എന്ന് പറഞ്ഞാൽ എന്താണ്? Meningitis നമ്മുടെ സ്പൈനൽ കോഡിനെയും പിന്നെ എന്തിനെയാണ് ബ്രെയിനിനെയും ഇൻഫെക്ഷൻ വരുന്നത് അല്ലെ? സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും കവർ ചെയ്തിരിക്കുന്ന എന്തിനാണ് മെനിഞ്ചസിന് വരുന്ന ഇൻഫെക്ഷനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് എക്സാമിന് തിരിച്ചു ചോദിക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. UTIS stands for UTIS stands for UTIS stands for ഓപ്ഷൻ വേണ്ടല്ലോ, ആൻസർ പറയാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടുവന്നിരിക്കുന്നത് വിച്ച് ഈസ് നോട്ട് എന്ന് പറയും, വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് ഇൻ ദ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് നോട്ട് ഇൻ ദ, വിച്ച് ഈസ് നോട്ട് ഇൻ ദ symptoms of HAI. It is not in the symptoms of HAI. Option A, fever. Option A, fever. Option B, headache. Option C, vomiting. Option D, tumor. Option D. Okay. Next, dash occurs. Okay. Next question is the dash occurs. Question onnude parayana. Which is not in the symptoms of HAI. Fever, headache, vomiting, fever, headache, vomiting, tumor. Okay. Next question, dash occurs when such as dash occurs when such as mosquitoes, flies, rats and other vermin transmit microorganism. Answer vara option illa. Dash occurs when such as vector-borne transmission. Okay. When dash occurs when such as mosquitoes, flies, rats and other vermin transmit microorganism. Vector-borne transmission.
Which type of transmission? Which type of transmission the microbes are? Microbes are directly shifted the host and infected person. Directly shifted the host and infected person. ഏതാണ്? Which type of transmission? Direct contact. നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. Which is the most common mode of transmission? ഏതാണ് common mode of transmission? Most common mode of transmission ഏതാണ്? ചെയ്യില്ല. Direct contact. Direct or hand-borne transmission അല്ലേ? Direct or hand-borne transmission. ചിലപ്പോൾ direct എന്ന് വെക്കില്ല, hand-borne എന്ന് വെക്കും. Direct or hand-borne transmission. Which type of transmission? Which type of transmission? Which type of transmission the microbes are? The microbes are directly shifted the host and shifted the host and infected person. Microbes are directly shifted the host and infected person. Direct contact transmission. Which committee? Next question. Which committee monitors infection related movements in the hospital? Infection related movements in the hospital. Which committee monitors infection control committee? Which committee monitors infection related movements in the hospital? Dash prevention method is more effective than sanitizing. Dash prevention method is more effective. Okay, sterilization. Dash prevention method is more effective than sanitizing. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്? ചെയർപേഴ്സൺ ആരാണ്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കുക കേട്ടാ. അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം
ഇപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നോക്കുക കേട്ടാ, ചെയർപേഴ്സൺ ആരാണ്, ആരൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടാ. ലേബർ റൂം സിമ്പിൾ അല്ലേ, അതിന് ക്വസ്റ്റ്യൻ വേണ്ടല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഒരു ഇത്തിരി അല്ലേ ഉള്ളൂ. അതൊന്ന് വായിച്ചു നോക്കാം കേട്ടാ. ആ എക്യുപ്മെന്റ്സുകൾ എന്താ ന്യൂ ബോൺ ബേബി കെയറിന്റെ ആ ഏരിയയിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ, ലേബർ റൂമിലെ എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടാ. എല്ലാ ക്വസ്റ്റ്യൻസും ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് 1.5 മണിക്കൂറായിരിക്കും സമയം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാം, പിന്നെ ഇമെയിൽ ID എഴുതിയിട്ട് വേണം, പിന്നെ നിങ്ങളുടെ റോൾ നമ്പറും എഴുതിയിട്ട് വേണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് നോക്കി ഓപ്ഷൻ നോക്കി ആൻസർ മാർക്ക് ചെയ്യാം. നെഗറ്റീവ് മാർക്കില്ല, നെഗറ്റീവ് മാർക്കില്ല. നിങ്ങൾക്ക് എക്സാമിന് കയറി കഴിയുമ്പോ മിസ്സുമാര് ഇൻസ്ട്രക്ഷൻസ് തരും. ടോട്ടല് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ തരും നിങ്ങൾക്ക്, എക്സാമിന് മുമ്പ് തരും. ജസ്റ്റ് മിസ് എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ തന്നാണ്. ഇപ്പൊ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും കഴിഞ്ഞല്ലോ, ഒരു ഐഡിയ തന്നതാണ് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട. എക്സാമിന് കയറുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും എഴുതുന്നതിനെ കുറിച്ച്. ജസ്റ്റ് ഒന്ന് ജനറൽ കാര്യങ്ങളൊക്കെ, എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യും. അപ്പൊ ലേബർ റൂമിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാം. ജനുവരി ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് മിസ് ഈ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മോഡൽ എക്സാം ആണ്. എക്സാമിന്റെ ഡേറ്റും സ്റ്റഡി ലീവ് ഉണ്ടാവും, അതും എല്ലാം നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യും കേട്ടോ. ഉണ്ടാവും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇപ്പൊ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞില്ലേ മിസ്സിന്റെ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ലേബർ റൂം മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിക്കുക. മിസ് പറഞ്ഞില്ലേ ന്യൂ ബോൺ ബേബി കെയറിന് അവിടെ ഒരു 4 എക്യുപ്മെന്റ്സുകൾ പറയുന്നുണ്ട് അല്ലെ, അത് നോക്കുക. ലേബർ റൂമിലെ ആ ലേബർ ടേബിൾ ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നോക്കുക കേട്ടാ. ആ ഭാഗങ്ങളൊക്കെ നോക്കുക. അല്ലേ? മിസ് എടുത്ത ഭാഗങ്ങളിൽ ഏതെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? എല്ലാം ക്ലിയർ അല്ലേ? ഇല്ല, ഒന്നിച്ചായിരിക്കും കേട്ടോ, ഒന്നിച്ചായിരിക്കും. എക്സാം മോഡൽ എക്സാം ഒന്നിച്ചായിരിക്കും. ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക് ഉള്ളത്? റിസ്ക് ഓരോരുത്തരായിട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്തേ, ആർക്കൊക്കെയാണെന്ന്. പബ്ലിക്, പേഷ്യൻസ്, ബാക്കി പറയ്. എൻവയോൺമെന്റ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സില് ഡോക്ടേഴ്സും നഴ്സുമാരെല്ലാവരും ഉൾപ്പെടും അല്ലേ? ഓക്കെ. കാറ്റഗറി ടേബിൾ നോക്കാട്ടാ, നല്ലോണം കാറ്റഗറി ടേബിൾ നോക്കാട്ടാ. തിരിച്ചും മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് വേസ്റ്റ് ആർ ഇൻക്ലൂഡഡ് കാറ്റഗറി നമ്പർ 1, അല്ലെങ്കിൽ ഏതാണ് സൈറ്റോടോക്സിക് വേസ്റ്റ്
ഏതിലാണ്, ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, അതല്ലെങ്കിൽ ഏത് ബാഗിലാണ് സൂക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ ഏത് ഡിസ്പോസൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഡിസ്പോസൽ മെത്തേഡ് is used to disposing soiled waste. Is used to disposing soiled waste. ഏതിലാണ്, ഏത് ഡിസ്പോസൽ മെത്തേഡ് ആണ്? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, all of the above. എന്താണ്? all of the above അല്ലെ? കറക്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരാം, ഓട്ടോക്ലേവിംഗ് മാത്രമല്ലേ ഉള്ളൂ അല്ലെ, നിങ്ങൾ അത് പോയി ടിക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാറ്റഗറി ടേബിൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് കളർ ബാഗ് containing the discarded medicine and cytotoxic drugs which color bag containing the discarded medicine and cytotoxic drugs? Options നോക്കാം. Option A black, option B red, option C yellow, option D both A and B. ബ്ലാക്ക് മാത്രമല്ലോ, റെഡിലും both A and B അല്ലെ. എന്താണ്, ബ്ലാക്കിലും റെഡിലും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ കണ്ട, അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം. അപ്പൊ അതുകൊണ്ടാണ് കാറ്റഗറി ടേബിള് കറക്റ്റ് ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ പറയാം. വിച്ച് കളർ ബാഗ് containing the discarded medicine and cytotoxic drugs. Option A black, option B red, option C yellow, option D both A and B. യുനാനി മെഡിസിന്റെ ഫാദർ ഹിപ്പോക്രേറ്റ്സ് ആണ്. അത് ഇൻട്രോഡ്യൂസ് ചെയ്തത് അക്ബറിന്റെ പീരീഡിലാണ്. അക്ബർ ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തത്. Okay. Option D both A and B. Which type of waste are included in category number 1? ഏത് വേസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത്? ആൻസർ both A and B. മിസ് പറഞ്ഞല്ലോ, both A and B, ബ്ലാക്കും റെഡും. സൈറ്റോടോക്സിക് ഡിസ്കാർഡഡ് മെഡിസിൻ സൂക്ഷിക്കുന്നത് both A and B. കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന വേസ്റ്റ് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്. Image stands for image stands for image stands for Indian Medical Association
goes eco-friendly. Indian Medical Association goes eco-friendly. സിമ്പിൾ ചോദിക്കും കേട്ടാ. സിമ്പിൾ തന്നിട്ട് ചോദിക്കും ഇൻഡിക്കേറ്റ്സ് എന്നാ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത് 2016 റിലീസ്ഡ് ബൈ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ റിലീസ്ഡ് ബൈ 2016. റിലീസ് ചെയ്തത് 2016 ഓക്കെ. ഡിസ്പോസൽ മെത്തേഡുകൾ നോക്കുക കേട്ടാ. ബയോമെഡിക്കൽ വേസ്റ്റില് തിരിച്ചും മറിച്ചും ചോദിക്കാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ അതല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസി വേവ്സുകൾ ഉത്പാദിപ്പിച്ചിട്ട് ഇത് ചെയ്യുന്ന ഇൻഫെക്ഷൻ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാട്ടാ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻ. എല്ലാം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഏത് മെത്തേഡ് ഡിസ്പോസൽ മെത്തേഡിലാണ് പ്ലാസ്മ എനർജി യൂസ് ചെയ്യുന്നത്? Which disposal method is used to plasma energy? ഏതാണ്? പ്ലാസ്മ പൈറോളിസിസ്. പൈറോളിസിസ്. ഓക്കെ. ഇപ്പൊ മിസ്സിന് പുതിയ ചാപ്റ്റർ എടുക്കാന്ന് വിചാരിച്ചാ വന്നേ. അപ്പൊ നിങ്ങ മറ്റേ ചാപ്റ്റേഴ്സിന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞ കാരണമാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കുക, പിന്നെ നിങ്ങളുടെ PDF ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാലോ PDF. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഒന്നും ചാപ്റ്റേഴ്സ് ഒന്നും. ഇതാണ് മറുപടി വരാത്തെ? ഇല്ല. അപ്പൊ PDF ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാ ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. തരും കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും നോക്കുക കേട്ടോ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ബാക്കി സ്റ്റഡി ലീവിന്റെ കാര്യങ്ങളും എക്സാമിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഇൻഫോം ചെയ്യും കേട്ടോ. ബാക്കി എല്ലാത്തിനെ കുറിച്ച് ഇൻഫോം ചെയ്യും ഓഫീസിൽ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പുതിയ മൊഡ്യൂൾ തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.